ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശനി ഞായറായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ. അപ്പം അമ്മ വിളിച്ചിരുന്നപ്പോൾ വീട്ടിൽ പോയി. അപ്പോൾ ഒന്ന് അവിടുത്തെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി മതിയാകും. ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ബിരിയാണിയിലേക്ക് വേണ്ട ചിക്കൻ നമ്മൾ മസാലയൊക്കെ തേച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരിയും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറത്തിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എണ്ണ പലഹാരങ്ങൾ ഞങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇനി നമുക്ക് തണ്ണിമത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തണ്ണിമത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഫ്രൂട്ടാണ് കേട്ടോ തണ്ണിമത്തന്. അപ്പോൾ ഭയങ്കര ചൂടുമല്ല, നമുക്ക് ദാഹവും അതേപോലെ ഒരു തണുപ്പൊക്കെ കിട്ടാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോമ്പാറുന്നാൽ ഇതെടുത്ത് കഴിക്കൂട്ടോ. അത്രയും ദാഹത്തിന് നല്ല ബെസ്റ്റ് ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. കൈക്ക് വൃത്തിയാക്കിയിട്ട് പ്ലേറ്റിലൊക്കെ ആക്കണം കേട്ടോ. ഓറഞ്ച് ശരിയാക്കാം. അപ്പോൾ അതാ നമ്മൾ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് അതേപോലെ വെള്ളമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പുതിന വെച്ചിട്ട് നമുക്ക് പുതിന ലൈം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഉമ്മ ഉണ്ടാക്കിയ ഫ്രഷ് പുതിന ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടിലും എത്രയോ നല്ലതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പുതിനയിൽ നിന്ന് ഇല എടുത്തിട്ടാണ് നമ്മൾ പുതിന കൊണ്ട് ലൈം അടിക്കാൻ പോകുന്നത് കേട്ടോ. ിക്കട ഇപ്പോൾ പുതിനയില പറിച്ച് നമ്മളിത് കൊണ്ട് ലൈം അടിക്കാൻ പോവാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നട്ട് വളർത്തി അതിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ്. അത്രയും ഗുണം വേറൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പുതിനയില വെച്ച് തന്നെയാണ് നമ്മൾ ലൈം അടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ജ്യൂസ് അടിക്കാൻ പോകുന്ന അവക്കാടോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവക്കാടോ മണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്നു കാക്കു. അപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. കുറേ ആയിട്ടോ അവക്കാടോ ജ്യൂസ് അടിച്ചിട്ട്. ഞങ്ങളെ മരത്തുമ്മ ഉണ്ടായിട്ടുണ്ട്. കായ് പിടിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 മാസമൊക്കെ കഴിഞ്ഞ് ജ്യൂസ് അടിക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മൾ ജ്യൂസ് അടിക്കാൻ പോകുന്നത് അവക്കാഡോ ആണ്. അപ്പോൾ അവക്കാഡോ ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ അവക്കാഡോ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിട്ടോ. അപ്പോൾ ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാൻ നിന്നു. അപ്പോൾ ഫ്രൂട്ട്സും എണ്ണക്കടിയും അതേപോലെ ഈത്തപ്പായും ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കൊക്കെ നോമ്പുണ്ട് കേട്ടോ. അവരൊക്കെ ബാങ്ക് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ബാങ്ക് കൊടുക്കുന്ന ടൈമായിട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ അടുക്കണേ അപ്പോൾ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്ന്
പിന്നെ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച നമ്മൾ ബിരിയാണി കഴിക്കണം. അപ്പോൾ അതാട്ടോ ബിരിയാണി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് നേരം ദമ്മിലൊക്കെ കടന്ന് അടിപൊളി ബിരിയാണി കേട്ടോ, രക്ഷയില്ല. അപ്പോൾ നോമ്പായിട്ടുള്ള ആദ്യത്തെ ബിരിയാണിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ബിരിയാണിയിലേക്ക്, അപ്പോൾ നോമ്പായിട്ടുള്ള ഫസ്റ്റ് ബിരിയാണിയാണ്. എവിടെ കാപ്പിച്ചേ ഞാനിട്ടേ അന്യൊന്നും എടുക്കൂല മാരിയെടുപ്പേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ, ബിരിയാണി അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.